ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 5 ബകാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ഒരു ദിവസം കൃഷ്ണനും ബലരാമനും മറ്റ് ഗോപബാലകരും പശുക്കളെ മേയ്ക്കാൻ യമുനാ തീരത്തേക്ക് പോയി. അപ്പോൾ അവിടെ കൊക്കിന്റെ രൂപത്തിലുള്ള ബകൻ എന്ന അസുരനെ കണ്ടു. ശ്വേതപർവ്വതത്തെ പോലെ അതിഭയങ്കരനായിരുന്നു ആ ബകാസുരൻ. ആ അസുരനെ കണ്ട ഗോപബാലന്മാർ പേടിച്ചോടി. അപ്പോൾ ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ബകാസുരൻ കൊത്തിയെടുത്ത് വിഴുങ്ങി. ഇതു കണ്ട ഗോപബാലന്മാർ പേടിച്ച് കരഞ്ഞു. ആ സമയത്ത് ഹാഹാകാരം മുഴക്കിക്കൊണ്ട് എല്ലാ ദേവന്മാരും അവിടെ എത്തി. ഇന്ദ്രൻ വജ്രായുധം എടുത്ത് ബകാസുരനെ പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ് ബകാസുരൻ താഴെ വീണെങ്കിലും ഉടനെ തന്നെ എഴുന്നേറ്റു. ഇതു കണ്ട് കോപിഷ്ഠനായ ബ്രഹ്മദേവൻ ബ്രഹ്മദണ്ഡം കൊണ്ട് ബകാസുരനെ പ്രഹരിച്ചു. അല്പനിമിഷം അവൻ നിലത്തു വീണു കിടന്നെങ്കിലും പിന്നെയും അവൻ എഴുന്നേറ്റു. അപ്പോൾ ഭഗവാൻ ശിവൻ ബകാസുരന്റെ നേരെ ത്രിശൂലം പ്രയോഗിച്ചു. അതിനാൽ ബകാസുരന് സാരമായ പരിക്കുകൾ ഏറ്റെങ്കിലും മരണം സംഭവിച്ചില്ല. ശേഷം വായുദേവൻ വായവ്യാസ്ത്രം പ്രയോഗിച്ചു. കുറച്ചുനേരം ബകാസുരൻ വായുവിൽ നിന്നെങ്കിലും അവന്റെ ശക്തിയാൽ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് യമരാജൻ യമദണ്ഡം ബകാസുരന്റെ മേൽ പ്രയോഗിച്ചെങ്കിലും ബകാസുരന് ഒരു ക്ഷതം പോലും ഏറ്റില്ല. ഇതിൽ ക്ഷുഭിതനായ സൂര്യദേവൻ ബകാസുരന്റെ നേരെ അനേകം ബാണങ്ങൾ അയച്ചു. മൂർച്ചയേറിയ ആ ബാണങ്ങൾ ബകാസുരന്റെ ചിറകിൽ തറച്ചുവെങ്കിലും യാതൊന്നും അവന് സംഭവിച്ചില്ല. ഇതു കണ്ട കുബേരൻ തന്റെ മൂർച്ചയുള്ള വാൾ അവന്റെ നേരെ പ്രയോഗിച്ചു. അതോടെ ബകാസുരന്റെ ഒരു ചിറകിന് പരിക്കേറ്റു. എന്നിട്ടും മരിക്കാത്ത ആ ബകാസുരന്റെ മേൽ സോമദേവൻ നീഹാരാസ്ത്രം പ്രയോഗിച്ചു. അത് ബകാസുരനെ ശീതപീഡിതനാക്കിയെങ്കിലും അവന്റെ ശക്തിയാൽ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അഗ്നിദേവൻ ആഗ്നേയാസ്ത്രവും ഭദ്രകാളി ഗദയും സ്കന്ദൻ ശൂലവും പ്രയോഗിച്ചെങ്കിലും ബകാസുരന് യാതൊരു ക്ഷതവും ഉണ്ടായില്ല. അതോടെ കോപിഷ്ഠനായ ആ അസുരൻ സകല ദേവന്മാരെയും തന്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തിരിച്ചാക്രമിച്ചു. അതോടെ ദേവന്മാർ എല്ലാവരും പലായനം ചെയ്തു. അപ്പോൾ ബകാസുരന്റെ ഉള്ളിലിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ശരീരം വലുതാക്കി. അതുകാരണം ആ അസുരന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും തുടർന്ന് ശ്രീകൃഷ്ണനെ പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് ബകാസുരൻ വീണ്ടും മൂർച്ചയുള്ള കൊക്കുകൊണ്ട് ഭഗവാനെ കൊത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ 2 കൈകളും ഉപയോഗിച്ച് അവന്റെ കൊക്ക് 2ആയി പിളർത്തി. അതോടെ ബകാസുരൻ വധിക്കപ്പെടുകയും ബകാസുരന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറത്തു വന്ന ശേഷം ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു. ദേവന്മാർ ജയാരവം മുഴക്കുകയും ശ്രീകൃഷ്ണനുമേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഗോപബാലന്മാർ ആശ്ചര്യചകിതരായിക്കൊണ്ട് ഭഗവാനെ കെട്ടിപ്പുണർന്നു. ശേഷം രാമകൃഷ്ണന്മാരും ഗോപബാലരും സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ ഈ അത്ഭുത ലീല ഗോപബാലന്മാർ ഗോപന്മാരോട് വിസ്തരിച്ചു വർണ്ണിച്ചു. അതു കേട്ട ഗോപന്മാരും അത്യധികം വിസ്മിതരായി. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ബകാസുരന്റെ പൂർവവൃത്താന്തം ശ്രീ നാരദൻ വിവരിച്ചു. ഹയഗ്രീവൻ എന്ന ദൈത്യന് ഒരു പുത്രനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ഉൽക്കലൻ. അവൻ യുദ്ധത്തിൽ ദേവന്മാരെ പോലും പരാജയപ്പെടുത്തിയിരുന്നു. ആ അസുരൻ മറ്റനേകം രാജാക്കന്മാരെയും മനുഷ്യരെയും പരാജയപ്പെടുത്തിയ ശേഷം അവരുടെ രാജ്യസമ്പത്ത് അപഹരിച്ചെടുത്ത് അനേകം വർഷങ്ങൾ സുഖഭോഗങ്ങൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആ അസുരൻ ഗംഗാസാഗര സംഗമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ജാജലി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നെത്തിപ്പെട്ടു. ആ ആശ്രമത്തിലുള്ള ജലാശയത്തിൽ ചൂണ്ടയിട്ട് അസുരൻ മീൻ പിടിക്കാനും തുടങ്ങി.
അതു കണ്ട മഹർഷി അവനെ തടഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ മാനിക്കാതെ അവൻ വീണ്ടും വീണ്ടും മീൻ പിടിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ കോപിഷ്ഠനായ ജാജലി മഹർഷി അവനെ ഒരു കൊക്കായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആ അസുരൻ പെട്ടെന്ന് കൊക്കായി പരിണമിച്ചു. സർവഗർവം നശിച്ച ആ അസുരൻ മഹർഷിയോട് ക്ഷമാപണം നടത്തിയ ശേഷം ഇപ്രകാരം അപേക്ഷിച്ചു: അല്ലയോ മഹർഷി, എന്നെ രക്ഷിച്ചാലും. അങ്ങയെ പോലുള്ള മഹാത്മാക്കളുടെ സമ്പർക്കം മോക്ഷത്തിന് കാരണമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സുഖത്തിലും ദുഃഖത്തിലും സമഭാവന വച്ച് പുലർത്തുന്ന അങ്ങാണ് യഥാർത്ഥ സന്യാസി. ബ്രഹ്മപദവും ഇന്ദ്രപദവും രാജ്യപദവിയും യോഗസിദ്ധിയും എല്ലാം അങ്ങയെപ്പോലെ മഹാമുനിമാരുടെ കൃപ കൊണ്ട് ലഭ്യമാകുന്നു. ഉൽക്കലന്റെ ഈ വിനീതമായ വാക്കുകൾ കേട്ടപ്പോൾ ജാജലി മഹർഷി സന്തുഷ്ടനായി. മഹർഷി ഉൽക്കലനോട് ഇപ്രകാരം പറഞ്ഞു: വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തോടുകൂടി മധുരദേശത്ത് സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പശുക്കളെ മേച്ചു നടക്കും. അപ്പോൾ നീ ഭഗവാനിനാൽ വധിക്കപ്പെട്ട് ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരും. ഇപ്രകാരം ബകാസുരനായി മാറിയ ഉൽക്കലൻ എന്ന അസുരൻ ജാജലി മഹർഷിയുടെ അനുഗ്രഹത്താൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 5ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.